ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LGS മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GKയും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചോദ്യവും അതിൻ്റെ കൂടെ തന്നെ 4 ഓപ്ഷനുകളും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ ആയിരിക്കും ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 165/2024 ചോദ്യ പുസ്തക അക്ഷര കോഡ് എന്ന് പറയുന്നത് A ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? ഒന്നാമത്തെ ഡൽഹൌസി, അതേപോലെ B ലിട്ടൺ പ്രഭു, C വില്യം ബെന്റിക് പ്രഭു, D മൗണ്ട് ബാറ്റൻ പ്രഭു. നമുക്ക് ഇന്ത്യയിലെ വൈസ്രോയിമാരെയും അതേപോലെ തന്നെ ഗവർണർ ജനറൽമാരുമായിട്ട് 15 ഗവർണർ ജനറൽമാരെയും അതേപോലെ തന്നെ 20 വൈസ്രോയിമാരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് വില്യം ബെന്റിക് പ്രഭു എന്ന് പറയുന്നത്. അപ്പോൾ പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറയുന്നത് ആരുടെ പ്രസ്താവനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? വില്യം ബെന്റിക് പ്രഭുവിന്റെ പ്രസ്താവനയാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറയുന്നത്. വില്യം ബെന്റിക്കിന്റെ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1828 മുതൽ 1835 വരെയാണ് വില്യം ബെന്റിക്കിന്റെ കാലഘട്ടം. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനിക യുഗത്തിലേക്ക് നയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ബെന്റിക് ആണ്. വില്യം ബെന്റിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സതി നിരോധിച്ച ഗവർണർ ജനറൽ. നമുക്കറിയാം 1829 സതി ആരാണ് നിർത്തലാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? വില്യം ബെന്റിക് ഗവർണർ ജനറൽ ആണ്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പുതുതായി അറിയപ്പെട്ടതാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് കേട്ടോ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം LGS ലെവലിലാണെങ്കിലും അതേപോലെ തന്നെ LDC ലെവലിലൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. അതേപോലെ തന്നെ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചുവാർക്കാൻ വില്യം ബെന്റിക്കിനെ സഹായിച്ച ബ്രിട്ടീഷ് പ്രഭു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെക്കാളെ പ്രഭു ആണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്? മെക്കാളെ പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വില്യം ബെന്റിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വില്യം ബെന്റിക്കിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1828 to 1835 എന്തായിരുന്നു? അതായത് സതി അതേപോലെ തന്നെ എന്താണ് പെൺ ശിശുഹത്യ ഇവ നിരോധിച്ച ഗവർണർ ജനറൽ ആണ് ആരെന്ന് പറയുന്നത്? വില്യം ബെന്റിക്ക്. അതേപോലെ തന്നെ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ബെന്റിക് ആണ്. അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ. അതേപോലെ തന്നെ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ വില്യം ബെന്റിക്കിനെ സഹായിച്ചത് മെക്കാളെ പ്രഭു ആണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയതും ആര് തന്നെയാണ്? മെക്കാളെ പ്രഭു ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വില്യം ബെന്റിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ ആയിരുന്നു ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ
1848 മുതൽ 1856. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടി വരുന്ന ഒരു പോയിന്റ് ഡൽഹൌസി പ്രഭുവിന്റെ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? നമ്മുടെ ഡൽഹൌസി പ്രഭു ആണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭുവിന്റെ ശരിയായ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ. ഓക്കെ, അപ്പോൾ ഡൽഹൌസി പ്രഭുവിന്റെ ശരിയായിട്ടുള്ള പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ എന്നതാണ് ഡൽഹൌസി പ്രഭുവിന്റെ ശരിയായിട്ടുള്ള പേര്. ഓക്കെ, ഇനി ഡൽഹൌസി പ്രഭുവിന്റെ പ്രധാന വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ വിശേഷണം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ വിശേഷണം എന്താ? ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നു. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവ്, ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന്റെ പിതാവ്. ഓക്കെ, അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ ആദ്യം നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭുവിൽ നിക്ഷിപ്തമായിട്ടുള്ള എന്താണ് വിശേഷണങ്ങളാണ്. ഒന്നാമത്തെ, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഡൽഹൌസി പ്രഭു ആണ്. അതേപോലെ തന്നെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഡൽഹൌസി പ്രഭു ആണ്. അതേപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാ? ഡൽഹൌസി പ്രഭു ആണ്. എന്നാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്? 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ ഡൽഹൌസി പ്രഭു ആണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത്. എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1853 ഏപ്രിൽ 16 ആദ്യ റെയിൽവേ പാതയായിരുന്നു നമ്മുടെ ബോംബെ ടു താനെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് നമുക്കറിയാം 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. എന്താണ്? വുഡ്സ് ഡെസ്പാച്ച് ആണ് എന്ത്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. ഓക്കെ, അപ്പൊ അതും ഡൽഹൌസിയുടെ കാലത്താണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? വിധവ പുനർവിവാഹ നിയമം 1856 പാസ്സാക്കി. അതേപോലെ തന്നെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയതും ആര് തന്നെയായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡൽഹൌസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ആള് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പൊ മൗണ്ട് ബാറ്റനെ കുറിച്ചും എന്താണ് PSC ഒത്തിരി തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാൻ. എന്താണ്? മൗണ്ട് ബാറ്റന്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു? ആരാണ് മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാലും അതും ആര് തന്നെയാ? നമ്മുടെ മൗണ്ട് ബാറ്റൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. അതേപോലെ തന്നെ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചതും ആര് തന്നെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൻ പദ്ധതി. ഓർത്തു വച്ചോ, ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബാൽക്കൻ പദ്ധതി, ജൂൺ 3 പദ്ധതി, ഡിക്കി ബേഡ് പദ്ധതി. ഓക്കെ, അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബാൽക്കൻ പദ്ധതി, ജൂൺ 3 പദ്ധതി, ഡിക്കി ബേഡ് പദ്ധതി എന്ന് പറയുന്നത്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കിയ ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? മൗണ്ട് ബാറ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്.
ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആര് തന്നെയാണ്? മൗണ്ട് ബാറ്റൺ ആണ്. ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിക്ക് പറയുന്ന പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബാൾക്കൻ പദ്ധതി, ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെച്ചോ. ഒത്തിരി തവണ PSC എന്ത് ചെയ്തേക്കുന്നതാണ്? നിലവിൽ ചോദിച്ചു പോയേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് 4ാമത്തെ ഓപ്ഷനിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരാളാണ് ആരെന്ന് പറയുന്നത്? ലിട്ടൺ പ്രഭു. അപ്പോൾ ലിട്ടൺ പ്രഭുവിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്? ലിട്ടൺ പ്രഭു. ഓക്കെ, അപ്പോൾ വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണത്? ലിട്ടൺ പ്രഭു ആണ് എന്തെന്ന് പറയുന്നത്? വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഓവൻ മെറിഡിത്ത് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്ന വൈസ്രോയി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. ഓവൻ മെറിഡിത്ത് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്ന വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത്? ലിട്ടൺ പ്രഭു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഏകീകൃത ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ വൈസ്രോയി. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്ന് 19 വയസ്സായി കുറിച്ചതും ആര് തന്നെയാണ്? ലിട്ടൺ പ്രഭു ആണ്. അതേപോലെ തന്നെ എന്താണ്? ഇന്ത്യയിൽ ആയുധ നിയമം 1878 ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം നടപ്പിലാക്കിയതും ആര് തന്നെയാണ്? ലിട്ടൺ പ്രഭു ആണ്. ഡൽഹിയിൽ ആദ്യമായി രാജകീയ ദർബാർ, ഡൽഹി ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? ലിട്ടൺ പ്രഭു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിട്ടൺ പ്രഭുവിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ പഠിക്കാം. ഒന്നാമത്തെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞതാണ് വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ എന്താണ്? ഓവൻ മെറിഡത്ത് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തി. ഇന്ത്യയിൽ ആയുധ നിയമം നടത്തിയത് 1878 ഡൽഹിയിൽ ആദ്യമായി രാജകീയ ദർബാർ നടപ്പിലാക്കി. അതേപോലെ തന്നെ എന്താണ്? സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 നിന്നും എത്രയാക്കി? 19 വയസ്സായി കുറച്ചതും ലിട്ടൺ പ്രഭു ആണ്. ഏകീകൃത ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഈ പറയുന്ന ലിട്ടൺ പ്രഭു ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്താണ്? ഇതെല്ലാം പഠിച്ചു പോയതാണ്, അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് സ്പീഡായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓക്കെ, അപ്പോൾ 2ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1ാമത്തെ പ്രസ്താവന നോക്കി. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാര് ആരായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത്. അത് നാനാ സാഹിബും അതേപോലെ തന്നെ താന്തിയ തോപ്പിയുമാണ് എന്നാണ് പറയുന്നത് ആദ്യത്തെ പ്രസ്താവന. 2ാമത്തെ പ്രസ്താവന ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ പ്രസ്താവനയാണ് ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്ത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൺപൂരും അതേപോലെ തന്നെ എന്താണ് കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. കാൺപൂര് ആരായിരുന്നു? നാനാ സാഹിബും അതേപോലെ തന്നെ താന്തിയ തോപ്പിയുമാണ് കാൺപൂരിൽ എന്ത് ചെയ്തത്? നിലവിൽ എന്ത് ചെയ്തത്? ഈ പറയുന്ന നേതൃത്വം വഹിച്ചിരുന്നത് കാൺപൂരിൽ സ്വാതന്ത്ര്യ സമരം നയിക്കാനായിട്ടുള്ള എന്താണ് വിപ്ലവത്തിന്റെ നേതാക്കളായിരുന്നു കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 2ാമത്തെ ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ഫൈസാബാദ്. അപ്പോൾ ബീഗം ഹസ്രത്ത് മഹൽ എവിടെയായിരുന്നു? ലക്നൌവിലാണ്. അതേപോലെ തന്നെ ആഗ്രയിലും ഔദിലുമാണ് ആര്? ബീഗം ഹസ്രത്ത് മഹൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? വിപ്ലവത്തിന്റെ നേതാവായിരുന്നത്. ഓക്കെ, അപ്പോൾ ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലാണ്. അതേപോലെ തന്നെ ബിർജിസ് ഖാദറും അവിടെ വരുന്നുണ്ട് ലക്നൌവില്. അതേപോലെ തന്നെ ആഗ്രയിലെ ബീഗം ഹസ്രത്ത് മഹലാണ്, ഔദിലും ബീഗം ഹസ്രത്ത് മഹലാണ്. ഇനി നമ്മുടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞ എന്താ? ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമരത്തിന് എന്ത് ചെയ്ത് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ഫൈസാബാദിൽ അത് മൗലവി അഹമ്മദുള്ളയാണ്. അപ്പോൾ ഫൈസാബാദിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു അതിന്റെ ആൻസർ?
അത് മൗലവി അഹമ്മദുള്ളയാണ്. അപ്പൊ ഈ പ്രസ്താവന എന്താണ്? നിലവിൽ തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പൊ ബീഗം ഹസ്രത്ത് മഹൽ നിലവിൽ എവിടെയൊക്കെയാണ്? ലക്നൗ, ആഗ്ര, ഔദ്. ഓക്കെ, ലക്നൗ, ആഗ്ര, ഔദിലാണ് ആര് നയിക്കുന്നത്? ബീഗം ഹസ്രത്ത് മഹല്. ഫൈസാബാദിൽ ആരാണ് നയിച്ചത്? മൗലവി അഹമ്മദുള്ളയാണ്. രണ്ടാമത്തെ പ്രസ്താവന നമ്മുടെ തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ പ്രസ്താവന നോക്കിയേ. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന ആൻസർ കിട്ടി. കാരണം ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. അപ്പോൾ എന്തല്ല, ഈ പറയുന്ന മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരി. അതായത് കാൺപൂരിലാണ് ആരെന്ന് പറയുന്നത്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ആ ഒരു പ്രസ്താവന മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. നമുക്ക് 1857 റിവോൾട്ടിന്റെ ഒക്കെ എന്താണ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ട് തന്നെ. എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയാം. അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? 1857 വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതാണ് എന്ത്? 1857 വിപ്ലവം. ഇതറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ശിപായി ലഹള എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ തന്നെ എന്താണ്? ചപ്പാത്തി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ അടിയന്തര കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളും നൽകിയതാണ്. അതിന്റെ എന്താണ് പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത്? അതായത് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പെട്ടെന്നുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ വേണ്ടി എൻഫീൽഡ് P53 തോക്കുകൾ കൊടുത്തു. അതിൻ്റെ അകത്ത് എന്താണ്? പുതിയ തരം തോക്കും അതേപോലെ തന്നെ അതിന്റെ തിരകളുമായിരുന്നു ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ എന്തുണ്ടായിരുന്നു? പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചതാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരത്തെ ഈ പറയുന്ന എന്താണ് ആ സമയത്തെ പട്ടാളക്കാരെന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിരുന്നു. ഹിന്ദുക്കൾക്ക് എന്ന് പറയുന്നത് എന്താണ്? പശുവിന്റെ നെയ്യ് നിക്ഷിപ്തമാണ്. അതേപോലെ തന്നെ എന്താണ്? മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന പന്നിയുടെ നെയ്യും നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണങ്ങളിലെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർക്ക് എന്താണ് കഴിക്കാനായി കൊടുത്തിരുന്ന ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഗോതമ്പ് പൊടിയിൽ എല്ലുപൊടി മിശ്രിതം ചേർത്തിരുന്നു എന്നുള്ള ഒരു വാർത്തയും അതിന്റെ മറ്റൊരു കാരണത്തിൽ നമുക്ക് പെടുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് 1857 വിപ്ലവവും അവിടുത്തെ കലാപ കേന്ദ്രങ്ങളും ഏതൊക്കെയാന്നുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതായത് ഝാൻസിയിൽ 1857 വിപ്ലവത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണി ലക്ഷ്മിബായി, ഗ്വാളിയാറും റാണി ലക്ഷ്മിബായി ആണ്. ബീഹാർ അല്ലെങ്കിൽ ആരയില് കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂറും കൻവർ സിംഗ് ആണ്. ഡൽഹിയില് ജനറൽ ഭക്ത് ഖാൻ ആണ്. അസമില് ദിവാൻ മണിറാം ആണ്. മീററ്റ് കദം സിംഗ്, കാൺപൂർ നാനാ സാഹിബ് ആണ്. ലക്നൌവില് നമ്മൾ പറഞ്ഞു ബീഗം ഹസ്രത്ത് മഹലും ബിർജിസ് ഖാദറുമാണ്. ആഗ്രയില് ബീഗം ഹസ്രത്ത് മഹൽ, ഔദ് ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബറേലി റോഹിൽഗഡ് ഖാൻ ബഹദൂർ ഖാൻ, ബറൌത്ത് ബർഗാന ഷാ അമലാണ്. ഹരിയാന ആരാന്ന് ചോദിച്ചാൽ റാവു തുലറാം, രാജസ്ഥാൻ ജയ്ദാൽ ഹർദയാൽ, മധുര ദേവി സിംഗ് ആണ്. അലഹബാദ് ലിയാഖത്ത് അലി, മാൻഡസോർ ആണെങ്കിലോ അത് ഫിറോഷയാണ്. മൊറാദാബാദ് അബ്ദുൾ അലി ഖാൻ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ബീഹാർ കൻവർ സിംഗ് എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കാൺപൂര് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ കാൺപൂർ ആരാണ്? നാനാ സാഹിബ് താന്തിയ തോപ്പിയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. മീററ്റിൽ ഖദം സിംഗ് ആണ്. ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാൻ. ഇത്രയെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ മാത്രമാണ് ഇതിൽ ശരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ദാദാബായ് നവറോജി
ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. കാരണം ദാദാഭായ് നവറോജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം എന്തിനെ കുറിച്ച് പറഞ്ഞത്? ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് അല്ലെങ്കിൽ ബ്രെയിൻ തിയറി എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഏത് പുസ്തകത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയൊക്കെ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക? ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വെക്കുക. ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് പുസ്തകം അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻ നോക്കിയേ. സത്യശോധക് സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, അലിഗഡ് പ്രസ്ഥാനം, പ്രാർത്ഥനാ സമാജം. നമുക്ക് കണ്ണും പൂട്ടി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏതാണ്? അലിഗഡ് പ്രസ്ഥാനമാണ്. അലിഗഡ് പ്രസ്ഥാനം. ആരാണിത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് എന്ത്? അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. എന്നാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1875 അലിഗഡ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു എന്നാ? 1875. അതേപോലെ തന്നെ എന്താണ് 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതും ആര് തന്നെയാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. പിന്നീടാണ് ഇത് 1920 ഇത് എന്തായിട്ട് മാറിയത്? അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയുണ്ടായി. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകരാണ് ആരെന്ന് പറയുന്നത്? ചിരാഗ് അലി, നാസിർ അഹമ്മദ്. ഓർത്തു വച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അലിഗഡ് യൂണിവേഴ്സിറ്റി ആയി മാറിയത് 1920. അതേപോലെ തന്നെ അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ചിരാഗ് അലിയും അതേപോലെ തന്നെ നാസിർ അഹമ്മദ് ആണ്. ചിരാഗ് അലി, നാസിർ അഹമ്മദ്. ഓൾ ഇന്ത്യ മുഹമ്മദ് എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ കൂടെ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ്. അതായത് INC-ക്ക് എതിരായിട്ട് രൂപീകരിച്ച ഒരു സംഘടനയായിരുന്നു യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. ആ സംഘടന രൂപീകരിക്കാനായി മുൻകൈ എടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? ഈ പറയുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്നെയാണ്. 1882 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിൽ അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവും സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. അതേപോലെ തന്നെ 1887 സർ സയ്യിദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് ഡഫറിൻ പ്രഭു. ഓർത്തു വെച്ചോ, എന്താണ്? 1887 സർ സയ്യിദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡഫറിൻ പ്രഭു ആണ്. സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രമാണ് തഹ്സീബ് ഉൽ അഖ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രമാണ് തഹ്സീബ് ഉൽ അഖ്ലാബ്. ഓക്കെ, തഹ്സീബുൽ അഖ്ലാബ് ആണ് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രം. 1857 കലാപത്തെ കുറിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാൻ രചിച്ച പുസ്തകമാണ് ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് ആരുടെയാ? സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ആണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ ഉത്തരവും ആര് തന്നെയാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതേപോലെ തന്നെ അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഉത്തർപ്രദേശിലാണ് ഏത് അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും അലിഗഡ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. ഒന്ന്, ഈ അലിഗഡ് പ്രസ്ഥാനം ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ആണ്. എന്നാണ് ഇത് രൂപീകരിച്ചത്? 1875 എന്തിനായിരുന്നു? അതായത് എന്താണ്, മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടിയാണ് ഈ ഒരു സംഘടന സ്ഥാപിച്ചത്. അതിന്റെ പ്രധാന പ്രവർത്തകരായിരുന്നു ആരൊക്കെ? ചിരാഗ് അലിയും അതേപോലെ തന്നെ നാസിർ അഹമ്മദ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1887 സർ സയ്യിദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വൈസ്രോയി ആരാന്ന് ചോദിച്ച മക്കളെ, അതാണ് ഡഫറിൻ പ്രഭു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡിന് അർഹമായ സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വരുന്നതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. അതായത് 1875 അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് മാഡം ബ്ലാവറ്റ്സ്കിയും അതേപോലെ തന്നെ കേണൽ ഓൾക്കോട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ, തിയോസഫിക്കൽ സൊസൈറ്റി അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സ്ഥാപിച്ചത്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1875 ആരാണ് ഇതിന്റെ സ്ഥാപകർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരാണ്. ഒന്ന് മാഡം ബ്ലാവറ്റ്സ്കിയും അതേപോലെ തന്നെ കേണൽ ഓൾക്കോട്ടുമാണ്. ബ്രഹ്മവിദ്യാ സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിയോസഫിക്കൽ സൊസൈറ്റി പിന്നീട് എന്തായി? ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാറാണ്, അത് മദ്രാസിലാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1889 ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ എന്തായത്? അധ്യക്ഷയായത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനാണ് സി ജീനരാജ ദാസ. മലബാറിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയാണ് മാഞ്ചേരി രാമയ്യർ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ആദ്യ ശാഖ സ്ഥാപിതമായ ജില്ലയാണ് പാലക്കാട്. ഓർത്തുവച്ചോ. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ആദ്യ ശാഖ സ്ഥാപിതമായ ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്നാണ് ഇത് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ 1875 ആരായിരുന്നു സ്ഥാപകർ? മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ്. ബ്രഹ്മവിദ്യാസംഘം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന തിയോസഫിക്കൽ സൊസൈറ്റി. അതേപോലെ തന്നെ ആനി ബസന്റ് ആണ് ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തകയായിരുന്നത്. അതേപോലെ തന്നെ എന്താണ്? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനാണ് സി ജീനരാജ ദാസ. ഇനി അത് മലബാറിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചതോ? മാഞ്ചേരി രാമയ്യരാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ശാഖ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അലിഗഡ് പ്രസ്ഥാനം പഠിച്ചു, അതേപോലെ തന്നെ എന്താണ് തിയോസഫിക്കൽ സൊസൈറ്റി പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം ഏതിനെ കുറിച്ച്? ഈ പറയുന്ന പ്രാർത്ഥനാ സമാജ്. നമുക്കറിയാം പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്നത് ആത്മാറാം പാണ്ഡുരംഗിന്റെ ആണ്. ഏത്? പ്രാർത്ഥനാ സമാജ്. എന്നാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1867 പ്രാർത്ഥനാ സമാജ് രൂപീകരിക്കപ്പെട്ടത്. ഇതിന്റെ മറ്റ് നേതാക്കളായിരുന്നു എം ജി റാനഡെയും അതേപോലെ തന്നെ ആർ ജി ഭണ്ഡാർക്കർ. ഓക്കെ, അപ്പോൾ എം ജി റാനഡെയും ആർ ജി ഭണ്ഡാർക്കറുമായിരുന്നു ശരിക്കും പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റു നേതാക്കള്. ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആരെന്ന് പറയുന്ന പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്? ആത്മാറാം പാണ്ഡുരംഗ്. പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവാണ് എം ജി റാനഡെ. പ്രാർത്ഥനാ സമാജിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുമത ചിന്തകളെയും അനുഷ്ഠാനങ്ങളെയും ആധുനിക വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പരിഷ്കരിക്കുക. അതേപോലെ തന്നെ പ്രാർത്ഥനാ സമാജം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു പ്രയർ സൊസൈറ്റി. അപ്പോ താഴെ പറയുന്നവയിൽ പ്രയർ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഈ പറയുന്ന പ്രാർത്ഥനാ സമാജാണ്. അപ്പോ പ്രാർത്ഥനാ സമാജാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്? പ്രയർ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തു വച്ചോ. പ്രാർത്ഥനാ സമാജം എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1867. സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് ലാസ്റ്റത്തെ നമ്മുടെ ഓപ്ഷനാണ് ഏതെന്ന് പറയുന്നത്
സത്യശോചക് സമാജ് എന്ന് പറയുന്നത്. സത്യശോചക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവ് ഭൂലെയാണ്. എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1873 സത്യശോചക് സമാജ് സ്ഥാപിച്ചത്. ഇതിന്റെ എവിടെയായിരുന്നു സത്യശോചക് സമാജ് സ്ഥാപിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകളെ അത് പൂനെയിലാണ് സത്യശോചക് സമാജ്. അതായത് എന്തായിരുന്നു ഇതിന്റെ ആശയം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദുരാചാരങ്ങളെയും അതേപോലെ തന്നെ പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അതേപോലെ തന്നെ ജ്യോതിറാവ് ഭൂലെ ആരംഭിച്ച സത്യശോചക് സമാജിന്റെ മുഖപത്രമായിരുന്നു ദീൻ ബന്ധു. സത്യശോചക് സമാജ് കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ച വർഷം 1930. സത്യശോചക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിളിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേൽ ഓംവെറ്റ് ആണ്. ഒന്ന് ഓർത്തു വെച്ചോ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സത്യശോചക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് പറഞ്ഞത് എ കൾച്ചറൽ റിവോൾട്ട് ഇൻ ദ കൊളോണിയൽ സൊസൈറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഗേൽ ഓംവെറ്റ് ആണ്. ഓർത്തു വെച്ച ഒരു മാർക്കാണ് കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്തു വെച്ചോ, ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? ഗേൽ ഓംവെറ്റ്. എന്താണ് വിശേഷിപ്പിച്ചത്? സത്യശോചക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എ കൾച്ചറൽ റിവോൾട്ട് ഇൻ എ കൊളോണിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞത് ഗേൽ ഓംവെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ 4 ഓപ്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ചോദ്യവും അതിന്റെ 4 ഓപ്ഷനും വെച്ച് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അടുത്തൊരു എക്സാമിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 65-70 മാർക്കിലേക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. ഓപ്ഷൻ: അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്ത് ഉൾ അക്ബർ, സംവാദ് കൗമുദി. ഏതാണ് ഇതിൻ്റെ അകത്ത് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ചോദ്യത്തിന്റെ. നമുക്കറിയാം ഏതൊക്കെയാണ്. മിറാത്ത് ഉൾ അക്ബറും സംവാദ് കൗമുദി. ഇത് രണ്ടുമാണ് ആരുടെ പത്രം എന്ന് പറയുന്നത്? ഈ പറയുന്ന രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ് മിറാത്ത് ഉൾ അക്ബർ, സംവാദ് കൗമുദി. സംവാദ് കൗമുദി ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നൊരു ഓപ്ഷനാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4ാമത്തെ ഓപ്ഷൻ എടുക്കാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെയാണ് മിറാത്തുൽ അക്ബർ. ഈ 2 ഓപ്ഷൻ എന്താണ് നിലവിൽ ശരിയാണെന്നുള്ള അറിയാം. ആ 2 ഓപ്ഷൻ വന്നേക്കുന്നത് എന്താണ്? ഈ പറയുന്ന 3ഉം 4ഉം വന്നത് ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അപ്പോൾ രാജാറാം മോഹൻ റോയിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചേക്കണ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാ? രാജാറാം മോഹൻ റോയ് ആണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? രാജാറാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ, കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ, ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ വ്യക്തി, 1822 ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചു. 1825 കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചതും ആര് തന്നെയാണ്? ഈ പറയുന്ന രാജാറാം മോഹൻ റോയ് തന്നെയാണ്. കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ്. 1830 ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചു. സതീ സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും രാജാറാം മോഹൻ റോയ് എന്നതാണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ്. 1823 പത്രസ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് രാധാകാന്ത് ദേബ് ആരംഭിച്ച യാഥാസ്ഥിതിക സംഘടനയായിരുന്നു ധർമ്മസഭ. രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് വെരി വെരി ഇമ്പോർട്ടന്റ്, ഒത്തിരി തവണ ചോദിച്ചതാണ്, വജ്രസൂചി. ആരുടെ നാടകമാണ് എന്നുള്ളത്? ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയുടെയാണ് വജ്രസൂചി. രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരനാണ് മേരി കാർപ്പൻറ്റർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്.
മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിലാണ് കേട്ടോ, ഓർത്തു വെച്ചോ. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് രാജാറാം മോഹൻ റോയിയെ എന്ത് ഈ പറയുന്ന മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ. രാജാറാം മോഹൻ റോയിയുടെ ആദ്യത്തെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്ത് എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ പ്രധാന കൃതികളാണ് തുഫത്തുൽ മുഹായുദ്ദീൻ. ഓക്കെ, തുഫത്തുൽ മുഹായുദ്ദീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന് പറയുന്ന ഈ ഒരു കൃതി. അതേപോലെ തന്നെ എന്താണ് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, ജീസസിന്റെ കൽപ്പനകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേദാന്ത ഗ്രന്ഥം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോ. പിന്നെ രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ 1821. അതേപോലെ രാജാറാം മോഹൻ റോയുടെ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ്. ഓക്കെ, അപ്പോൾ പേർഷ്യൻ ഭാഷയിലെ പത്രമാണ് ഏതെന്ന് പറയുന്നത് മിറാത്തുൽ അക്ബർ. എന്നാണ് ഈ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1822 മിറാത്തുൽ അക്ബർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ഏതെന്ന് പറയുന്നത് ബംഗദൂത്. ബംഗദൂത് അത് 1829. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്രം, പ്രസിദ്ധ പത്രമായിരുന്നു സമ്പാദ് കൗമുദി. ഓക്കെ, അപ്പോൾ സമ്പാദ് കൗമുദി, മിറാത്തുൽ അക്ബർ പത്രങ്ങളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് തുഫത്തുൽ മുവാഹിദ്ദീൻ, തുഫത്തുൽ മുഹായുദ്ദീൻ, അത് ഗിഫ്റ്റ് ടു മൊണോത്തിസിസ്. ഓക്കെ, അതായത് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കൃതി. ജീസസിന്റെ കൽപ്പനകൾ 1820 അദ്ദേഹത്തിന്റെ കൃതിയാണ് വേദാന്ത ഗ്രന്ഥം. അപ്പൊ ഇത്രയെങ്കിലും എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മുടെ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ബാക്കി ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇതേപോലുള്ള പുതിയ പുതിയ ക്ലാസ്സുകൾ, അതായത് ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും സെക്രട്ടേറിയറ്റിന്റെ 10th ലെവൽ പ്രിലിംസ്, അതേപോലെ തന്നെ എന്താണ് ലാബ് അസിസ്റ്റന്റ്, അങ്ങനെയുള്ള എല്ലാ എക്സാമുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ PDF നോട്ടുകളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ ഇന്ന് ഏകദേശം 18 ദിവസങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്, സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.